കോൺഗ്രസുകാരെ ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കുന്നത് തെരഞ്ഞെടുപ്പ് നേരിടാൻ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടെന്ന് രമേശ് ചെന്നിത്തല. ജയിക്കാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നതിന് തെളിവാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ. കേന്ദ്രത്തിന്റെ ഏകാധിപത്യത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ചെന്നിത്തല പറഞ്ഞു. സലിം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം, എന്തൊക്കെയാണ് ചെന്നിത്തല പറഞ്ഞത്? വേണു, ബി.ജെ.പിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വി മുരളീധരൻ കേന്ദ്രമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ്. കോൺഗ്രസുകാരെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നേരിടാൻ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസുകാരെ ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കുന്നത്. രാജ്യത്തെ അഴിമതിക്കാർക്ക് ചേക്കാറാൻ പറ്റിയ പാർട്ടിയായി ബി.ജെ.പി അധപ്പതിച്ചിരിക്കുന്നു. മാത്രമല്ല, അക്കൗണ്ട് ഫ്രീസിംഗ് ഉൾപ്പെടെയുള്ളവ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ബി.ജെ.പിയുടെ വളഞ്ഞ വഴികൾ മാത്രമാണ് എന്നുള്ളൊരു ആരോപണവുമുണ്ട്. ആ നിലയിലാണ് പ്രതിപക്ഷ നേതാക്കളെ ചാക്കിട്ട് പിടിക്കുകയും അക്കൗണ്ട് ഫ്രീസിംഗ് നടത്തുകയും ചെയ്യുന്നത്. ഇതിനായി രാജ്യത്തെ ഭരണഘടനാ ഏജൻസികളെ തന്നെ മോദി സർക്കാർ ഉപയോഗിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ജയ്ഹിന്ദ് ചാനലിന്റെ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ചാനലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. ഇത് സ്വേച്ഛാധിപത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. എ.ഐ.സി.സിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസുകാരെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അങ്ങനെ രാജ്യത്ത് പല സംസ്ഥാനത്തു നിന്നും ബി.ജെ.പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വരുന്നത് കാണുന്നില്ലേ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയവരെല്ലാം കോടികളുടെ സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നേരിടുന്നവരാണ് എന്നുള്ള കാര്യം മന്ത്രി സൗകര്യപൂർവ്വം മറക്കുകയാണ് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.